സോ ഓരോ അപ്രോച്ച് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച്. ഓക്കെ, സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ് മെത്തേഡ്സ് ഫോർ ഓർഗനൈസിംഗ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ചിൽ ദ സബ്ജക്ട് മാറ്റർ ബിക്കംസ് ദ ബേസിസ് അറൌണ്ട് വിച്ച് ലേണിംഗ് എക്സ്പീരിയൻസസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് ദ മാസ്റ്ററി ഓഫ് സബ്ജക്ട് മാറ്റർ ബിക്കംസ് ദ ബേസിസ് ഫോർ അറ്റൈൻമെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് മാറ്റർ ആണ്. അതാണ് എല്ലാത്തിന്റെയും ലേണിംഗ് എക്സ്പീരിയൻസിന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ ചീഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കരിക്കുലം പ്ലാനേഴ്സ് ഈസ് ടു ഡിറ്റർമൈൻ സബ്ജക്ട്സ് ടു ബി ഓഫേർഡ് ബൈ ദ സ്കൂൾ ആൻഡ് ദ ബോഡി ഓഫ് നോളജ് ടു ബി കവേർഡ് വിത്തിൻ ഈച്ച് സബ്ജക്ട്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഒരു സ്കൂൾ പഠിപ്പിക്കേണ്ടത് ആൻഡ് അതിലൂടെ എന്താണ് കവർ ചെയ്യേണ്ടത്, ഓരോ സബ്ജക്റ്റിലും എന്താണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ചിൽ പറയുന്നത്. For example, the subjects or the program of studies may be divided into areas like English, Hindi, Science, Social Studies, Mathematics and so on. അപ്പോൾ ഇതുപോലെ വേർതിരിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലായിരിക്കും സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച്. കൂടുതലും സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഇതിൽ തന്നെ വരുന്ന കുറച്ച് സബ് പോയിന്റ്സ് ആണ് സബ്ജക്ട് ഡിസൈൻ, ഡിസിപ്ലിൻ ഡിസൈൻ, കോറിലേഷൻ ഡിസൈൻ, ബ്രോഡ് ഫീൽഡ് ഡിസൈൻ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി. എന്താണ് ഓരോന്നിലും പറയുന്നത്? ആദ്യത്തെ സബ്ജക്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, എന്ത് സബ്ജക്റ്റ് ആണ് നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം അത് ഫോളോ ചെയ്യുന്ന, അതായത് നമ്മുടെ സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് ഈ സബ്ജക്ട് ഡിസൈൻ എന്നുള്ളത് ഈസിലി മനസ്സിലാവുന്ന കാര്യമായിരിക്കും. എന്നാൽ ഡിസിപ്ലിൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് ഡിസൈനെ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഡിസിപ്ലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിസിപ്ലിൻ ഡിസൈൻ ഫോക്കസ് ഓൺ അക്കാഡമിക് ഡിസിപ്ലിൻസ്. അതായത് ഒരു കാര്യത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് discipline refers to specific knowledge learned through a method which the scholars use to study a specific content field. ഒരു പ്രത്യേക ഡിസിപ്ലിനെ കുറിച്ച് കൂടെ പഠിക്കുക. അതായത് ആ സബ്ജക്റ്റ് മാത്രമല്ലാതെ ആ ഒരു ഡിസിപ്ലിനെ കൂടെ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വൃത്തി എന്നുള്ള ആ ഒരു ഡിസിപ്ലിൻ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മേഖലയെ കൂടെ കേന്ദ്രീകരിച്ചുള്ള പഠനം. ആ ഒരു ഡിസൈനെയാണ് ഡിസിപ്ലിൻ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോ റിലേഷൻ ഡിസൈൻ. ഇതും ബ്രോഡ് ഫീൽഡ് ഡിസൈനും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ? സബ്ജക്ട്സ് ആർ റിലേറ്റഡ് ടു വൺ അനദർ ബട്ട് ഈച്ച് സബ്ജക്ട് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഐഡന്റിറ്റി. സബ്ജക്റ്റുകളെല്ലാം ചില സബ്ജക്റ്റുകൾക്കൊക്കെ ഒരുപോലെയുള്ള ആ ഒരു എന്താണ് റിലേറ്റഡ് ആയിരിക്കും, പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ, അതും സോഷ്യൽ സ്റ്റഡീസിനെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എലമെന്ററി ലെവലിലൊക്കെ ഒരേപോലെ അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും രണ്ടെണ്ണത്തിലും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലായാലും സോഷ്യലായാലും ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന സമയത്ത് ഒരു സെപ്പറേഷൻ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ലിറ്റററി പീസസ് ഡ്യൂറിങ് ദ ഹിസ്റ്റോറിക്കൽ പീരിയഡും പഠിപ്പിക്കുന്നുണ്ട്. മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി ഇങ്ങനെയുള്ള കണക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഇതിനെയാണ് കോ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. ഒരു സബ്ജക്റ്റിനെ മറ്റൊരു സബ്ജക്റ്റിനോട് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് കോറിലേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രോഡ് ഫീൽഡ് ഡിസൈൻ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റുകളിനെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉള്ളതിനെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈന്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ കീഴിൽ ഒരുപാട് സബ്ജക്ട്സ് വേറെ വരുന്നുണ്ട്. അതായത് സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റിന്റെ കീഴിൽ വരുന്ന സബ്ജക്ട്സ് ആണ് ജിയോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി പോലെയുള്ള വിഷയങ്ങൾ. അപ്പം ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഇതിനെയാണ് ബ്രോഡ് ഫീൽഡ് ഡിസൈൻ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അടുത്തതാണ് ലേണർ സെന്റേർഡ് അപ്രോച്ച്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ലേണർ സെന്റേർഡ് ആണ് ഈ അപ്രോച്ച്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് വി ബിൽഡ് ഇൻ ടു ബിഹേവിയർ ഫ്രം എക്സ്പീരിയൻസ്. വി ലേൺ ബെസ്റ്റ് ഫ്രം ദോസ് സിറ്റുവേഷൻസ് ദാറ്റ് help us solve problems, satisfy our desire, fulfill our interest, to meet our needs. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ, നമ്മുടെ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ, ഇൻട്രസ്റ്റ് നേടുന്നതിലൂടെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെയൊക്കെയാണ്. ഈ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് സീക്സ് ടു പ്രസന്റ് ത്രൂ സ്കൂൾ എക്സ്പീരിയൻസസ് ദ മെത്തേഡ്സ് വിച്ച് ആൻ ഇഫക്റ്റീവ് സിറ്റിസൺ യൂസസ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്, pursuing his interest or meeting his needs. This curriculum plan will thus focus on emerging needs of the students in their present life. അപ്പോൾ കുട്ടികളെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു രീതിയിലേക്ക് തയ്യാറെടുപ്പിക്കുന്നതിന് പകരം പ്രസന്റ് ലൈഫ് തന്നെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചിനെയാണ് ലേണർ സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്? ജോൺ ഡ്യൂയി, റുസോ, പെസ്റ്റലോസി, ഫ്രോബൽ ഇവരുടെയൊക്കെയാണ്. കരിക്കുലം ഡിസൈൻ ഇസ് ആങ്കേർഡ് ഓൺ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. ഇവിടെ ചൈൽഡിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ചെയ്ത് പഠിക്കുക. വൺ ലേൺസ് ബൈ ഡൂയിങ്, ചെയ്തിട്ട് തന്നെ പഠിക്കുക. ലേണേഴ്സ് ആക്റ്റീവ്ലി ക്രിയേറ്റ് കൺസ്ട്രക്ട് മീനിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആസ് വ്യൂഡ് ബൈ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ്. ഈ ചൈൽഡ് സെന്റേർഡ് ഡിസൈനിൽ ലേണേഴ്സ് ഇന്ററാക്ട് വിത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്തും എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് എടുത്തിട്ടാണ് ലെസൺ പഠിക്കുകയും പ്ലാൻ ചെയ്യുകയും കോണ്ടന്റ് തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ചൈൽഡ്സ് ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ് എന്നാ പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടിയുടെ എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, എക്സ്പീരിയൻസ് സെന്റേർഡും ഹ്യൂമനിസ്റ്റിക് ഡിസൈനും. എക്സ്പീരിയൻസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ instead experience of the learners become the starting point of the curriculum. Thus the school environment is left open and free. Learners are made to choose from various activities that the teacher provides. Teachers provide ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾ കൊടുക്കുന്ന കുറേ പ്രോഗ്രാംസിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി അങ്ങനെയുള്ള പഠനത്തിനെയാണ് എക്സ്പീരിയൻസ് സെന്റേർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കരിക്കുലത്തിൽ സെൽഫ് എന്നുള്ള സാധനം, ഒരു ആൾക്ക് സെൽഫ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറച്ചു പേരുടെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അബ്രഹാം മസ്ലോ, കാൽ റോജേഴ്സിന്റെ ഇവർ രണ്ടുപേരുടെയും തിയറീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് സോഷ്യൽ പ്രോബ്ലംസ് അപ്രോച്ച്. ഇവിടെ നമുക്കറിയാം, ഓഫ് കോഴ്സ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണ്, അത് എങ്ങനെ സോൾവ് ചെയ്യാം, ഈ കാര്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നതിലൂടെ വരുന്ന ഒരു അപ്രോച്ചാണ് സോഷ്യൽ പ്രോബ്ലംസ് അപ്രോച്ച് എന്നുള്ളത്. Through social problems approach, courses may be developed in areas such as environmental problems, racism, population, communication and technology, so on. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സോഷ്യൽ പ്രോബ്ലംസ് അപ്രോച്ചിൽ വരുന്നത്. പ്രോബ്ലം സെന്റേർഡ് കരിക്കുലത്തിൽ നമുക്കറിയാം, ഓഫ് കോഴ്സ് പ്രോബ്ലംസിലൂടെ കാര്യങ്ങളെ പഠിക്കുക. അതായത് സോഷ്യൽ പ്രോബ്ലംസ്, നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബ്ലം സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയാം. ഈ കരിക്കുലത്തിൽ കോണ്ടന്റ് കട്ട്സ് അക്രോസ് സബ്ജക്ട് ബൗണ്ടറീസ് ആൻഡ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദ നീഡ്സ്, കൺസേൺസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ ഇത് യഥാർത്ഥത്തിലുള്ള കോണ്ടന്റിനെക്കാട്ടിലും പ്രധാനമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 എക്സാമ്പിൾസ് ആർ ഗിവൺ. എക്സാമ്പിൾസ് പ്രോബ്ലം സെന്റേർഡ് അപ്രോച്ചിന് കൊടുത്തിട്ടുമുണ്ട്. ലൈഫ് സിറ്റുവേഷൻസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് മേക്സ് ദ ഡിസൈൻ യുണീക്ക് ഇസ് ദാറ്റ് ദ കോണ്ടന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ദ വേസ് ദാറ്റ് അലൗ സ്റ്റുഡൻസ് ടു ക്ലിയർലി വ്യൂ പ്രോബ്ലംസ് ഏരിയാസ് ക്ലിയർലി. പ്രോബ്ലം ഏരിയ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും, ക്ലിയർലി വ്യൂ പ്രോബ്ലം ഏരിയാസ് ക്ലിയർലി, 2 പ്രാവശ്യം ക്ലിയർലി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ക്ലിയർലി മതി. അതായത് ഈ ഡിസൈനെ യുണീക്ക് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസിന് ക്ലിയർ ആയിട്ട് അവരുടെ പ്രോബ്ലം ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പാസ്റ്റും പ്രസന്റിലെയും എക്സ്പീരിയൻസസ് എടുക്കും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലേണേഴ്സിന് ബേസിക് ഏരിയാസ് ഓഫ് ലിവിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ലൈഫ് സിറ്റുവേഷൻ ഡിസൈനിൽ പറയുന്നത്. കോർ ഡിസൈനിൽ എന്താണ് പറയുന്നത്? അനദർ എക്സാമ്പിൾ ഓഫ് പ്രോബ്ലം സെന്റേർഡ് ഡിസൈൻ ആണ് കോർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് സെന്റേഴ്സ് ഓൺ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ദ പ്രോബ്ലംസ് ആർ ബേസ്ഡ് ഓൺ കോമൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. കോമൺ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കേന്ദ്രീകരിച്ചാണ് ഇവിടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിന്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് includes common needs, problems and concerns of the learners. ഇവിടെ ഉള്ളതെല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. The problem is selected by either teacher or students. സ്റ്റുഡൻസോ ടീച്ചറോ ആയിരിക്കും പ്രോബ്ലം സെലക്ട് ചെയ്യുന്നത്. Group agreement is made to identify the important problems and interest of the class. Problems are selected on the basis of developed criteria. ക്രൈറ്റീരിയനെ സംബന്ധിച്ചായിരിക്കും പ്രോബ്ലംസ് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യും പ്രോബ്ലം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇഫ് കോണ്ടന്റിലെ മറ്റു ഭാഗമായിട്ടുള്ള ടൈപ്സ് ഓഫ് കരിക്കുലം കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ഏരിയയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. Curriculum and textbook. Developing curriculum plan involves extensive process and responsibility rests on Federal Ministry of Education, although education otherwise falls under the sphere of provincial government. അപ്പോൾ provincial governmentന്റെ കീഴിലാണ് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ഉള്ളത്.
പക്ഷേ ഡെവലപ്പിംഗ് കരിക്കുലം പ്ലാൻ ഇൻവോൾവ്സ് എക്സ്റ്റെൻസീവ് പ്രോസസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് ഓൺ ഫെഡറൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ വരുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഫെഡറൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ്. ഇൻ വ്യൂ ഓഫ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി NEPയുടെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫെഡറൽ ഗവൺമെന്റ് ഡെവലപ്സ് കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ഷെയർസ് വിത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് ആൻഡ് ഒബ്റ്റെയിൻ ഫീഡ്ബാക്ക് ആൻഡ് ഇൻപുട്സ്. അപ്പോൾ ഈ ഒരു ഫെഡറൽ ഗവൺമെന്റ് ഇത് ഡെവലപ്പ് ചെയ്യുകയും പ്രൊവിൻഷ്യൽ ഗവൺമെന്റുമായിട്ടുള്ള ആ ഒരു കൊളാബറേഷനിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ വിച്ച് കം അണ്ടേഴ്സ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സ്റ്റിൽ ഹാവ് എ കണക്ഷൻ വിത്ത് ദ ഫെഡറൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ കരിക്കുലവും കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അതിന്റെ കുറച്ചൊരു ഹിസ്റ്ററി ഏരിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ കരിക്കുലം റിഫോംസ് ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ്. ഒരുപാട് കൺട്രീസിനെ പോലെ അല്ല ഇവിടെ curriculum development is quite a controlled process in Pakistan. Bureaucratic and political interests play a major role in curriculum development despite experts are involved. അപ്പോൾ കുറച്ചൊരു ഹിസ്റ്ററിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,